ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻവാല. നൂനിയ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രസിദ്ധമായ ആ ഗ്രന്ഥത്തിൽ നിന്നുള്ള ആദ്യ ഭാഗങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മുടെ 7ാമത്തെ ക്ലാസ്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അള്ളാഹുവിൻ്റെ അസ്മാകളും സിഫാത്തുകളും അറിയാൻ കൊതിക്കുന്ന മനസ്സിൻ്റെ മഹത്വവും അഥവാ വിശ്വാസികളുടെ ഏറ്റവും ഉന്നതമായ അവസ്ഥയും, രണ്ടാമത്തെ വിഭാഗം അള്ളാഹുവിൻ്റെ അസ്മാകളെയും സിഫാത്തുകളെയും നിരാകരിച്ച് അതൊക്കെ ഒരു അനാവശ്യ ചർച്ചയാണ് എന്ന് കരുതി അതിൽ നിന്ന് മാറി നിൽക്കുകയും അതിനെ അവഗണിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ, അതും പറഞ്ഞു. എന്നിട്ട് പറയാണ്, ഫമാ അഅ്ളമൽ മുസീബത ബിഹാദാ വ അംസാലിഹി അലൽ ഈമാൻ. സത്യവിശ്വാസത്തിന് ഇത്തരം ആളുകൾ ഉണ്ടാക്കിയ ദുരന്തം എത്രമാത്രം ഗുരുതരമാണ്. വമാ അശദ്ദൽ ജിനായത ബിഹി അല സുന്നത്തി വൽ ഖുർആൻ. ഖുർആനിനും സുന്നത്തിനും നേരെ അവർ കാട്ടിക്കൂട്ടിയ അതിക്രമങ്ങൾ എത്ര ക്രൂരമാണ്, കഠിനമാണ്. വമാ അഹബ്ബ ജിഹാദഹു ബിൽ ഖൽബി വൽ യദി വൽ ലിസാൻ ഇലർ റഹ്മാൻ. ഇത്തരം ആളുകളോട് കൈകൊണ്ടും നാവുകൊണ്ടും ഹൃദയം കൊണ്ടുമുള്ള ജിഹാദ് പടച്ചറബിന് എത്രമാത്രം പ്രിയങ്കരമാണെന്നറിയുമോ. വമാ അസ്ഖല അജ്റ ദാലിക്കൽ ജിഹാദ് ഫിൽ മീസാൻ. ഇത്തരം ബിദ്അത്തിൻ്റെ ദുർമാർഗത്തിൻ്റെ ആളുകളോടുള്ള പോരാട്ടത്തിന് അള്ളാഹുവിൻ്റെ മീസാനിലുള്ള ഖനം, അതിൻ്റെ തൂക്കം എത്രയാണെന്നറിയുമോ. അത്രമാത്രം മഹത്തരമാണ് ഈ മാർഗത്തിലുള്ള പരിശ്രമങ്ങൾ. വൽ ജിഹാദു ബിൽ ഹുജ്ജത്തി വൽ ബയാൻ മുഖദ്ദമുൻ അലൽ ജിഹാദി ബിസ്സൈഫി വസ്സിനാൻ. ആയുധമെടുത്തുകൊണ്ടുള്ള ശത്രുക്കളോട് നേരിട്ട് നടത്തുന്ന പോരാട്ടത്തേക്കാൾ മുൻഗണനയുള്ളതാണ്, ഉയർന്ന അംഗീകാരവും സ്ഥാനവുമുള്ളതാണ് തെളിവുകളും ന്യായവും നിരത്തിക്കൊണ്ടുള്ള വൈജ്ഞാനികമായ ജിഹാദ്. വൽ ജിഹാദു ബിൽ ഹുജ്ജത്തി വൽ ബയാൻ മുഖദ്ദമുൻ അലൽ ജിഹാദി ബിസ്സൈഫി വസ്സിനാൻ. അത് വലിയൊരു പോയിൻ്റാണ്. അതായത് വാളെടുത്ത് ശത്രുക്കളോട് പോരാടുന്നതിനേക്കാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ സ്ഥാനവും കൂടുതൽ മഹത്വവുമുള്ളത് അള്ളാഹുവിൻ്റെ ദീനിനെ വൈജ്ഞാനികമായി പിന്തുണക്കുന്ന പോരാട്ടങ്ങൾക്കാണ്. വൽ ജിഹാദു ബിൽ ഹുജ്ജ. വലിഹാദ അമറ ബിഹി തആല ഫിസ്സുവരിൽ മക്കിയ. അതുകൊണ്ടാണ് അൽ ജിഹാദു ബിൽ ഹുജ്ജത്തി വൽ ബയാൻ അള്ളാഹു എന്ത് ചെയ്തത്, മക്കിയായ സൂറത്തുകളിലൂടെ തന്നെ കൽപ്പിച്ചത്. ഹൈസു ലാ ജിഹാദ ബിൽ യദി ഇൻദാറൻ വ തഅദീറ. അതേപോലെ അവിടെ എന്തില്ല, കൈകൊണ്ടുള്ള ജിഹാദില്ല. ഫലാ തുതിഇൽ കാഫിരീന വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. അവർക്ക് മക്ക കാലഘട്ടത്തിൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുക എന്നതിലപ്പുറമുള്ള ഒരു സായുധ സമരത്തിന് അനുവാദമില്ലായിരുന്നു. എന്നിട്ടും ഖുർആൻ പറഞ്ഞത് ഫലാ തുതിഇൽ കാഫിരീന വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, ഏറ്റവും വലിയ ജിഹാദ് അവരോട് നടത്താനാണ്. വ അമറ തആല ബി ജിഹാദിൽ മുനാഫിഖീൻ. മുനാഫിക്കുകളോടും ജിഹാദ് ചെയ്യാൻ അള്ളാഹു പറഞ്ഞു. വൽ ഗില്ലത്തി അലൈഹിം. അവരോട് പരുഷമായി പെരുമാറാൻ പറഞ്ഞു. മഅ കൗനിഹിം ബൈന അളുഹുരിൽ മുസ്ലിമീന ഫിൽ മുഖാമി വൽ മസീർ. മുസ്ലിങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിൽ മുസ്ലിങ്ങളുടെ കൂടെ താമസിക്കും. മുസ്ലിങ്ങൾ യാത്ര പോകുമ്പോൾ ആ കൂട്ടത്തിൽ അവരുണ്ടാകും. അങ്ങനെയുള്ള മുനാഫിക്കുകളോട് വാളെടുത്ത് യുദ്ധം ചെയ്യാനല്ല പറഞ്ഞത്, അവരോട് ജിഹാദ് ചെയ്യാൻ പറഞ്ഞു. അത് എന്താണെന്നാണ്, ജിഹാദുൽ ഹുജ്ജ അൽ ജിഹാദു ബിൽ ഹുജ്ജത്തി വൽ ബയാൻ. ഫഖാല തആല യാ അയ്യുഹൻ നബിയ്യു ജാഹിദിൽ കുഫാറ വൽ മുനാഫിഖീന വഗ്ലുദ് അലൈഹിം വമഅവാഹും ജഹന്നം വബിഅസൽ മസീർ. സൂറത്ത് തൗബയിലുണ്ട്, സൂറത്ത് തഹരീമിലുണ്ട് ഇതേ ആയത്ത്. ഫൽ ജിഹാദു ബിൽ ഇൽമി വൽ ഹുജ്ജത്തി ജിഹാദു അംബിയാഇല്ലാഹി വറുസുലിഹി വഖാസ്വതിഹി മിൻ ഇബാദിഹിൽ മഖ്സൂസീൻ ബിൽ ഹിദായ വത്തൗഫീഖ് വൽ ഇത്തിഫാഖ്.
അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരും മുർസലീങ്ങളും അതേപോലെ തന്നെ അവൻ്റെ അടിമകളിൽ നിന്ന് അവൻ പ്രത്യേകമായി തിരഞ്ഞെടുത്ത ഉലമാക്കളും അയിമ്മത്തുകളും ഹിദായത്ത് കൊണ്ട് പ്രത്യേകം അനുഗ്രഹിച്ച തൗഫീഖ് നൽകിയ ആളുകൾക്കൊക്കെ അള്ളാഹു പ്രത്യേകം നൽകിയ ഒരു മഹത്വമാണ്, പദവിയാണെന്ത്? അൽ ജിഹാദു ബിൽ ഇൽമി വൽ ഹുജ്ജ. അവരൊക്കെ നിർവഹിച്ച വലിയൊരു ജിഹാദാണത് എന്നർത്ഥം. വമൻ മാത്ത വലം യഗ്സു വലം യുഹദ്ദിസ് നഫ്സഹു ബിഗസ്വിൻ മാത്ത അലാ ശുഅബത്തിൻ മിനൻ നിഫാഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അതിലേക്ക് ചേർത്ത് വെക്കാൻ. ആരെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പോരാട്ടത്തെ സംബന്ധിച്ച് ചിന്തിക്കാതെ വമൻ മാത്ത വലം യഗ്സു, ഇത്തരത്തിലുള്ള ഒരു പോരാട്ടത്തിൽ ഭാഗവാക്കാകാതെ മരണപ്പെട്ടു. വലം യുഹദ്ദിസ് നഫ്സഹു ബിഗസ്വിൻ, അതേപോലെ ഒരു യുദ്ധത്തെ സംബന്ധിച്ച് അവരവരുടെ മനസ്സിൽ പറഞ്ഞില്ല, ആത്മകഥം ചെയ്തിട്ടില്ല, അങ്ങനെയാണ് മരിച്ചു പോകുന്നതെങ്കിൽ മാത്ത അലാ ശുഅബത്തിൻ മിനൻ നിഫാഖ്, ഒരു തരത്തിലുള്ള കാപഢ്യവും പേറിയിട്ടാണ് അയാൾ മരിച്ചുപോയത് എന്ന് പറഞ്ഞ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇബ്നു ഉസൈമീൻ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. അതായത് അത് ആമായി പറഞ്ഞതാണോ, ആയുധം എടുത്തുകൊണ്ടുള്ള ജിഹാദിനെ പറ്റിയാണോ? ഏതായിരുന്നാലും വഖഫാ ബിൽ അബ്ദി അമൻ വഖുദ്ലാന അൻ യറാ അസാക്കിറൽ ഈമാനി വജുനൂദ സുന്നത്തി വൽ ഖുർആൻ ഖദ് ലബിസൂ ലിൽ ഹർബി ലഅമതഹു വഅഅദ്ദൂ ലഹു ഉദ്ദതഹു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അന്ധതക്കും നിന്ദ്യതക്കും പരാജയത്തിനുമൊക്കെ മതിയായതാണ് അൻ യറാ അസാക്കിറൽ ഈമാൻ, അയാൾ എന്ത് ചെയ്യാണ്? സത്യവിശ്വാസത്തിന് എതിരിൽ യുദ്ധം ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അയാളായി പോകുക എന്നത്. വജുനൂദ സുന്നത്തി വൽ ഖുർആൻ, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും സൈന്യത്തിനെതിരിൽ പോരാടുന്ന അണിയിൽ അയാളും ഉണ്ടാവുക എന്നത്. ഖദ് ലബിസൂലിൽ ഹർബി ലഅമതഹു, എന്നിട്ട് അവർ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ഈമാനിൻ്റെയും നേരെ അവരെന്ത് ചെയ്യാണ്? യുദ്ധത്തിനായി അതിൻ്റെ ആയുധങ്ങൾ ധരിച്ചിട്ടുണ്ട്. ലഅമത്തുൽ ഹർബ് എന്ന് പറഞ്ഞാൽ അദാത്തുൽ ഹർബ് എന്നർത്ഥം. യുദ്ധത്തിൻ്റെ പടക്കോപ്പുകൾ അണിഞ്ഞുകൊണ്ട് ഖുർആനിനെയും സുന്നത്തിനെയും ഈമാനിനെയും നേരിടാൻ ഒരുങ്ങി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ആയിപ്പോവുക എന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നിന്ദ്യതയും പരാജയവും അന്ധതയുമാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. വഅഅദ്ദൂ ലഹു ഉദ്ദതഹു, അതിനുവേണ്ടി അവർ സർവ സജ്ജരായി ഒരുങ്ങിയിട്ടുണ്ട്. വഅഖദൂ മസ്വാഫഹും, അവരുടെ സീറ്റ് അവർ ഉറപ്പിച്ചിട്ടുണ്ട്, അവരുടെ അണികൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്? എടുത്തിട്ടുണ്ട്. വവഖഫൂ മവാഖിഫഹും, അവർ ആ കൂട്ടത്തിൽ ഖുർആനിനെയും സുന്നത്തിനെയും ഈമാനിനെയും നേരിടാൻ വേണ്ടി ശത്രുപക്ഷത്ത് അണിഞ്ഞൊരുങ്ങി അണിനിരക്കുകയും ചെയ്തിട്ടുണ്ട്. വഖദ് ഹമിയൽ വസീത്തു, വസീത്ത് എന്ന് പറഞ്ഞാൽ ഹർബ് എന്നർത്ഥം. യുദ്ധം കൊടുമ്പിരിക്കൊണ്ടു. വദാറത്ത് റഹൽ ഹർബ്, യുദ്ധം ആരംഭിച്ചു. വഷ്തദ്ദൽ ഖിതാൽ വതനാദത്തിൽ അഖറാൻ, അങ്ങനെ ആളുകൾ പരസ്പരം വിളിച്ചു പറഞ്ഞു അന്നിസാൽ അന്നിസാൽ, ഇറങ്ങി വരൂ ഇറങ്ങി വരൂ എന്ന് പറഞ്ഞ് രണ്ടു കൂട്ടരും, അഥവാ ഈമാനിൻ്റെയും കുഫറിൻ്റെയും ആളുകൾ തമ്മിൽ, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ആളുകൾ ഒരു പക്ഷത്തും അതിൻ്റെ എതിരിലുള്ള ശത്രുക്കൾ മറുപക്ഷത്തും, അങ്ങനെ യുദ്ധം തുടങ്ങി രൂക്ഷമായി കൊടുമ്പിരിക്കൊണ്ടു ചൂടുപിടിച്ചു. അപ്പോൾ വിളിച്ചു പറയാണ് ഇറങ്ങി വരൂ. വഹുവ ഫിൽ മൽജഇ വൽ മഗാറാത്തി വൽ മുദ്ദഖൽ. അപ്പോൾ ആ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ഈമാനിൻ്റെയും പക്ഷത്തെ സഹായിക്കാൻ വരാതെ ആര് ഒളിച്ചിരിക്കുകയും അതേപോലെ തന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്തുവോ, മഅൽ ഖവാലിഫി കമീനുൻ, അതിൽ നിന്ന് പിന്മാറിപ്പോയ ആളുകളുടെ ഒപ്പം ഒളിച്ചും പാത്തും അവരുടെ കൂടെ പതുങ്ങി അങ്ങനെ ചുളിവിൽ കഴിച്ചിലായി രക്ഷപ്പെട്ടു പോകുന്ന ആളുകൾ. വഇദാ സഅദൽ ഖദറു വഅസമ അലൽ ഖുറൂജി,
എന്നാൽ പടച്ചവൻ്റെ ഖലാ ഖദർ അവരെ സഹായിച്ച് ഇത്തരം ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമാകാൻ അവർക്ക് സാധിച്ചാൽ, വഅസമ അലൽ ഖുറൂജ്, പോകാൻ അവർ തീരുമാനിച്ചാൽ തന്നെ, ഖഅദ ഫൗഖത്തല്ലി, വല്ല കുന്നിൻ്റെയും മുകളിൽ അവർ കയറിയിരിക്കും. പോരാട്ടത്തിൽ ഇറങ്ങി വരില്ല. ശരീരത്തിന് അനക്കം പറ്റുന്ന, ദേഹത്തിന് വേദന സംഭവിക്കുന്ന ഒന്നിലേക്കും അവർ വരില്ല എന്നർത്ഥം. ഫൗഖത്തല്ലി മഅൻ നാദിരീൻ, നോട്ടക്കാരായി അവരിയ്ക്കും. യൻളുറു ലിമനിദ്ദാഇറത്തു, ആർക്കാണ് വിജയം എന്നവർ നിരീക്ഷിക്കും. ലിയകൂന ഇലൈഹിം മിനൽ മുതഹയ്യിസീൻ, എന്നിട്ട് വിജയിക്കുന്ന കൂട്ടത്തിൽ അവർ കൂടിച്ചേർന്ന് തനി കപടന്മാരുടെ, മുനാഫിക്കുകളുടെ റോളിലായിരിക്കും അവരുണ്ടാകുക. സുമ്മ യഅതീഹിം, എന്നിട്ട് അവർ പിന്നെ ചെല്ലും. വഹുവ യുഖ്സിമു ബില്ലാഹി ജഹദ ഐമാനിഹി, എന്ത് പറഞ്ഞിട്ട്? അള്ളാഹുവിനെ പിടിച്ച് ശക്തമായ രീതിയിൽ സത്യം ചെയ്ത് പറയും, ഇന്നി കുൻതു മഅക്കും, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയായിരുന്നു. വകുൻതു അതമന്ന അൻ തകൂനു അൻതുമുൽ ഗാലിബീൻ, നിങ്ങൾ വിജയിക്കണമെന്ന് ആഗ്രഹിച്ച് ഞാനുണ്ടായിരുന്ന, പ്രാർത്ഥനയും പിന്തുണയുമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവനാണ് എന്ന് പറയും. ഇതേപോലെയാണ് ഈ ബിദ്അത്തിൻ്റെ ആളുകളെ നേരിടുന്ന വിഷയത്തിൽ അമാന്തവും അലസതയും കാണിക്കുന്ന ആളുകൾ. അവിടെ ഷെയ്ഖ് ഉസൈമീൻ കുറേ കാര്യങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയും അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയും ഒക്കെ ഇവരെ നേരിടുന്നതിൽ, ഇത്തരത്തിലുള്ള അഖീദയുടെ ശത്രുക്കളായി ആ കാലഘട്ടത്തിൽ വലിയ സ്വാധീനവും അതേപോലെ തന്നെ ശക്തിയും ആർജിച്ച, അവരുടെ ക്രൂരമായ എതിർപ്പുകളും ഒറ്റപ്പെടുത്തലുകളും പീഡനങ്ങളുമൊക്കെ ഏൽക്കേണ്ടി വന്ന ആളുകൾ എന്നുള്ള നിലയിൽ അവർ പറഞ്ഞ ആ വാക്കുകളിൽ ഒരിക്കലും നമ്മൾ ഒരു അതിരുകവിച്ചലും രൂക്ഷതയും തോന്നേണ്ടതില്ല. അവർ പറഞ്ഞത് വസ്തുത തന്നെയാണ്. കാരണം ഓരോരുത്തരും വരുത്തിവെച്ച ആ ദുരന്തം അത്രയുണ്ട് എന്നർത്ഥം. വലാ ശക്ക അന്ന ഹാദാ ജിനായത്തുൻ അലൻ നുസൂസ്, അവർ അള്ളാഹുവിൻ്റെ നാമങ്ങളെയും വിശേഷണങ്ങളെയും നിഷേധിക്കുകയും ദുർവ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്തതിലൂടെ അവർ വരുത്തിയ ദുരന്തം എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിൻ്റെ പ്രമാണങ്ങൾക്ക് നേരെയുള്ള കയ്യേറ്റമാണ് അതിലൂടെ നടന്നത്. അതേപോലെ പടച്ച റബ്ബിൻ്റെ കിതാബിനോടും റസൂലിൻ്റെ വചനങ്ങളോടും ഒക്കെ അവർ കയ്യേറ്റം നടത്തിയിട്ടുണ്ട്. അങ്ങനെ അള്ളാഹുവും റസൂലും ഉദ്ദേശിക്കാത്ത അർത്ഥതലങ്ങളിലേക്ക് ആ വചനങ്ങളെയൊക്കെ അവർ തെറ്റിച്ചു കൊണ്ടുപോയി അവരുടെ കേവലം ദേഹേച്ഛകളെ പിൻപറ്റിക്കൊണ്ടുള്ള അന്ധമായ അനുകരണത്തിൻ്റെ പിന്നാലെ അവർ പോയിക്കൊണ്ട് അങ്ങനെ وقد بالغ وأسرف لأنه قد عاصرهم ولا تقولوا إن المؤلف قد بالغ وأسرف. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി കുറച്ച് ഓവറായി പറഞ്ഞു എന്നാരും കരുതേണ്ടതില്ല. കാരണം ഇവരുടെ കൂടെ കഴിഞ്ഞ, ഇവരുടെ എല്ലാ ദുരന്തങ്ങളും ക്രൂരതകളും നേരിട്ട് അനുഭവിച്ച ആളാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം പറഞ്ഞത് നമ്മൾ അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്ത നമ്മെ സംബന്ധിച്ചിടത്തോളം അത് കടന്നുപോയി എന്ന് തോന്നുന്നതായിരിക്കും. വാസ്തവത്തിൽ അങ്ങനെയല്ല എന്നാണ് പറഞ്ഞത്. വജഅല ഇസ്ബാത സിഫാതി ദിൽ ജലാലി തജ്സീമൻ വതശ്ബീഹ യസുദ്ദു ബിഹിൽ ഖുലൂബ അൻ ത്വരീഖിൽ ഇൽമി വൽ ഈമാൻ. അള്ളാഹുവിനുണ്ട് എന്ന് പറഞ്ഞ വിശേഷണങ്ങളെ സ്ഥിരീകരിക്കുന്ന അഹ്ലുസുന്നയുടെ ആളുകളെ സംബന്ധിച്ച് ഇവരെന്ത് പറയും? ഇവർ മുജസ്സിമാക്കളാണ്, തജ്സീമിൻ്റെ ആളുകളാണ്. അള്ളാഹുവിന് കൈയുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു ആ കൈ കൊണ്ട് പിടിക്കും. യഖ്ബിളു വയബ്സുത്തു, ഖുർആനിലൂടെയും ഹദീസിലൂടെയും വന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ അഹ്ലുസുന്നയെ, സലഫികളെ എന്ത് പറയും? അതിൻ്റെ എതിരാളികൾ അള്ളാഹുവിന്, മുജാഹിദുകളുടെ അള്ളാഹ്ക്ക് കൈയുണ്ട് കാലുണ്ട് എന്ന് പറഞ്ഞിട്ട് വൽക്കരിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ട്, വിഗ്രഹാരാധകരാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ, ആളുകളെ കേൾക്കാനും അടുക്കാനും
അവസരങ്ങളില്ലാതെ അവരെ അതിൽ നിന്ന് വഗർളുഹും ബിഹാദ അത്തൻഫീറു അൻ ഇത്ബാത്തി അന്ന ലില്ലാഹി യദൻ ഹഖീഖിയ്യ വയഖൂലൂന ഇന്നകും മുശബ്ബിഹ. എന്ത് ചെയ്യാൻ? ആളുകളെ ഈ വസ്തുതയിൽ നിന്ന്, സത്യത്തിൽ നിന്ന്, ശരിയായ മാർഗത്തിൽ നിന്ന് അകറ്റലും അതേപോലെ അവരെ തടയലുമാണ്. അവരോട് പറയും, ഇവർ നമ്മൾ കാണുന്നത് പോലെയല്ല അള്ളാഹുവിനെ സംബന്ധിച്ച് അവരുടെ വിശ്വാസം. മുജാഹിദുകളുടെ അള്ളാഹ് എങ്ങനെയാണ്, അങ്ങനെയാണ്, ഇറങ്ങി വരുന്നവനാണ്, കയറിപ്പോകുന്നവനാണ്, കൈയുള്ളവനാണ്, കാലുള്ളവനാണ്, മറ്റ് മതങ്ങളിൽ ഒക്കെ കാണുന്നത് പോലെയുള്ള വിഗ്രഹ സമാനമാണ് ഇബ്നു തൈമിയ്യ കൊണ്ടുവന്ന, ഇബ്നുൽ ഖയ്യിം പഠിപ്പിച്ച ഈ വഹാബിസം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് പോലെ. വാസ്തവത്തിൽ ഹക്ക് അതൊന്നുമല്ല. അവർ പറയുന്ന ദുർവ്യാഖ്യാനങ്ങൾക്കും അവരുടെ കുതന്ത്രങ്ങൾക്കും പുകമറകൾക്കും അപ്പുറമാണ് വസ്തുത. കാരണം ഈ ഒരു രീതി സത്യത്തിൻ്റെ ആളുകൾക്കെതിരിൽ മുമ്പും ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് കാഫിര്യങ്ങൾ പറഞ്ഞത് എന്താ? ഹാദാ സാഹിറുൻ കദ്ദാബ്, ഹാദാ ഷാഇറുൻ, ഹാദാ മജ്നൂനുൻ. ഇങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ തികച്ചും സമാനമായ രീതിയാണ് ഇവരും ചെയ്യുന്നതെന്നർത്ഥം. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരിൽ വൈജ്ഞാനികമായ ഒരു പ്രതിരോധം തീർക്കുക എന്നത്, അവരുമായി പോരാട്ടം നടത്തുക എന്നത്, അൽ ജിഹാദു ബിൽ ഹുജ്ജത്തി വൽ ലിസാൻ വൽ ബയാൻ മുഖദ്ദമുൻ അലൽ ജിഹാദി ബിസ്സൈഫി വസ്സിനാൻ. അല്ലാഹു അക്ബർ. കലാമുൻ അജീബ്. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറയാൻ വലിയൊരു വർത്തമാനമാണ് പറഞ്ഞത്. അൽ ജിഹാദു ബിൽ ഇൽമി മുഖദ്ദമുൻ അലൽ ജിഹാദി ബിസ്സൈഫ് വഹാദാ യഅനി അന്നൽ ഇൽമ മുഖദ്ദമുൻ അലൽ ജിഹാദി ബിസ്സൈഫ്. ആയുധമെടുത്തുകൊണ്ടുള്ള പോരാട്ടത്തേക്കാൾ പേനയും പുസ്തകവും എടുത്തുകൊണ്ടുള്ള വൈജ്ഞാനിക പോരാട്ടത്തിനാണ് മുൻഗണന നൽകേണ്ടതെന്ന്. തലബുൽ ഇൽം മിൻ ഹൈഥു ഹുവ അഫ്ളലു മിനൽ ജിഹാദ്. അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുക, അത് പ്രചരിപ്പിക്കുക എന്നതാണ് ആയുധമെടുത്തുകൊണ്ടുള്ള പോരാട്ടത്തെക്കാളും മഹത്വമുള്ളത്, ശ്രേഷ്ഠതയുള്ളത്. എന്നിട്ട് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഒരു സംഭവം പറയാം. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങളിലെ ധീര യോദ്ധാവാണ് എന്നറിയാം. എത്രയോ ശത്രുക്കളെ വകവരുത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങനെയൊന്നും പോരാട്ടം നയിക്കാൻ സാധിച്ചിട്ടില്ലാത്ത ആളാണ് മറ്റൊരു സ്വഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. പക്ഷേ രണ്ടുപേരും ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്തിട്ടുണ്ടെങ്കിലും ആരുടെ സ്മരണയും ആരുടെ സേവനവുമാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെടുകയും നിലനിൽക്കുകയും ചെയ്തത്? അൽ ജവാബ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. വലിഹാദാ ഫഇന്നൽ ഇൽമ ലാ യഅദിലുഹു ശൈഉൻ. ഇൽമിനോളം ഒന്നും ഒക്കുകയില്ല. കമാ ഖാലൽ ഇമാം അഹ്മദ് അൽ ഇൽമു ലാ യഅദിലുഹു ശൈഉൻ ലിമൻ സഹഹത്ത് നിയ്യത്തുഹു. ഒരാളുടെ നിയ്യത്ത് ശരിയായി കഴിഞ്ഞാൽ അയാളുടെ ആ ഇൽമിനോളം വേറൊരാളുടെയും ഒരു പ്രവർത്തനവും എത്തുകയില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് ഇബ്നു ഉസൈമീൻ പറയുന്നു, വസദഖ റഹിമഹുല്ലാ, അൽ ആൻ مثلا الإمام الشافعي والإمام أحمد وشيخ الإسلام ابن تيمية وغيرهم من الأئمة يدرسون لنا وهم في قبورهم. അവരൊക്കെ മരിച്ച് മണ്ണടിഞ്ഞ ഖബറിൽ നമ്മളോട് യാത്ര പറഞ്ഞു പോയ ആളുകളാണ്. പക്ഷെ അവരിപ്പോഴും നമുക്ക് ഇൽമ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. ഷെയ്ഖ് ഉസൈമീൻ്റെയും കാര്യം അങ്ങനത്തെ, അതിലേക്ക് നമുക്ക് ചേർത്ത് പറയാൻ പറ്റും. അവരൊക്കെ കഷ്ടപ്പെട്ട് ദീനിന് വേണ്ടി സേവനം ചെയ്ത് പഠിച്ച് ഗ്രന്ഥങ്ങൾ എഴുതി ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ബൽ ബൈനന വബൈനഹും ബിലാദുൻ ഷാസിഅ. വിദൂരമായ ദൂരങ്ങൾ താണ്ടി വേണം അവരുടെ നാടുകളിലേക്ക് പോലും നമുക്കെത്താൻ. അവരിന്ന് ഇരിപ്പുണ്ടെങ്കിൽ പോലും നമുക്കെത്താൻ വളരെ പ്രയാസമാണ്. പക്ഷേ അവർ മരിച്ചുപോയി, മണ്ണടിഞ്ഞു.
എന്നിട്ടും അവർ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അഥവാ അവരുടെ ഖബറിലേക്ക്, അവരുടെ അക്കൗണ്ടിലേക്ക് നന്മകൾ, പ്രതിഫലങ്ങൾ എത്തിക്കൊണ്ടേയിരിക്കും. വഅമ്മ ശുജആനുല്ലദീന ഖാതലു, എന്നാൽ ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്ത ധീരയോദ്ധാക്കളോ, നഫഅ അല്ലാഹു ബിഹിം, അവരെ കൊണ്ട് അള്ളാഹു ഉപകാരം ചെയ്തിട്ടുണ്ട്. വഫതഹൽ ബിഹിമുൽ ബിലാദ്, പക്ഷേ ലാ യൻഫഊനനാ മിസ്ലഹു, നേരത്തെ പറഞ്ഞ ഇമാമിയങ്ങളെപ്പോലെ നമുക്ക് അവരിൽ നിന്ന് നേരിട്ട് ഉപകാരങ്ങൾ കിട്ടിയിട്ടില്ല. മൊത്തത്തിൽ ഇസ്ലാമിന് ഗുണമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സായുധ ജിഹാദിനേക്കാൾ വൈജ്ഞാനിക ജിഹാദിന് പ്രാധാന്യമുണ്ട് എന്നർത്ഥം. അപ്പോൾ നമ്മൾ വിദ്യാർത്ഥികൾ കൂടുതൽ പഠിക്കുക, അതേപോലെ നമ്മുടെ ജീവിതം നന്മ നിറഞ്ഞതാക്കുക, ഇസ്ലാമിന് വേണ്ടി സേവനങ്ങൾ ചെയ്യുക. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.